ഹായ് വിഷ്ണു. ഹലോ അഭിലാഷ്. ഫ്രീഡം സ്പീക്കിൽ എനിക്ക് തോന്നുന്നു നമുക്കിപ്പോ വളരെ ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഹേമ കമ്മിറ്റിയുടെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയിലെ വിവാദപരമായിട്ടും അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, പകരം ഹേമ കമ്മിറ്റിയിലെ കുറെ നിർദ്ദേശങ്ങൾ അതിനകത്തുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ നിർദ്ദേശങ്ങൾ അതിന്റെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, ഈവൻ ഫിലിം അസോസിയേഷൻസ് ആണെങ്കിലും സർക്കാരാണെങ്കിലും WCCയും എല്ലാവരും ഹേമ കമ്മിറ്റിയിലെ നിർദ്ദേശങ്ങളെല്ലാം സ്വീകരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ഹേമ കമ്മിറ്റിയിലെ നിർദ്ദേശങ്ങളും അതിന്റെ ചില സാമ്പത്തിക കാര്യങ്ങളും ഒക്കെ സംസാരിക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പം വിഷ്ണു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിരുന്നല്ലോ. അപ്പം അതിനകത്തുനിന്ന് വിഷ്ണുവിന്റെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമുക്കറിയാം, സ്ത്രീകളുടെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്താനും അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും വേണ്ടിയിട്ട് സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. അപ്പം അതിൽ അവർ പല നിർദ്ദേശങ്ങൾ വെക്കുന്ന കൂട്ടത്തിൽ വെച്ച ചില നിർദ്ദേശങ്ങൾ, അതിന്റെ എക്കണോമിക് ആയിട്ടുള്ള അതിന്റെ കോൺസിക്വൻസസുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കരുതുന്നത്. പ്രധാനമായിട്ട് അവർ വെച്ച ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെമ്യൂണറേഷൻ ക്രൈറ്റീരിയ, അതായത് സിനിമാ മേഖലയിലുള്ള റെമ്യൂണറേഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഒട്ടും ട്രാൻസ്പെറന്റ് അല്ലാത്തൊരു സാധനം. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാട്ടും കുറച്ച് വേതനമാണ് സ്ത്രീകൾക്ക് അവിടെ ലഭിക്കുന്നത്. അപ്പം ഈ ജെൻഡർ പേ ഗ്യാപ്പ് എന്ന് പറയുന്നത് അർജന്റായിട്ടും അത് പരിഹരിക്കാനുള്ള, അത് അഡ്രസ് ചെയ്യാനും ആ ജെൻഡർ പേ ഗ്യാപ്പ് കുറച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം. അപ്പം നമുക്കറിയാം, ഈ ജെൻഡർ പേ ഗ്യാപ്പ് വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പുതിയ വിഷയമല്ല. അത് മുമ്പും സിനിമാ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും സ്ത്രീകൾക്ക് പൊതുവെ വേതനം കുറവാണെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് തന്നെ അത് ഈ ജെൻഡർ പേ ഗ്യാപ്പ് അഡ്രസ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് പലവിധ ചർച്ചകളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തൊട്ടാകെ എല്ലാ തൊഴിൽ മേഖലയിലും ഈ ഒരു കാര്യമുണ്ട് എന്നുള്ളത് വെച്ചിട്ട് ഇതിനെപ്പറ്റി പല ചർച്ചകളും നടക്കാറുണ്ട്. അപ്പം എന്താണ് ഇതിൽ പറയുന്നത്? സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാട്ടും ശമ്പളം കുറച്ചാണ് ലഭിക്കുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? മൊത്തത്തിൽ സ്ത്രീകളുടെ ആവറേജ് സാലറി എടുക്കുക, പുരുഷന്റെ ആവറേജ് സാലറി എടുക്കുക, അത് രണ്ടും നോക്കി കാണുമ്പോൾ സ്ത്രീകൾ പുരുഷന്മാരെക്കാട്ടും കുറഞ്ഞ വേതനമാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാത്രമല്ല, മറ്റു പല റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ പല 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 വിധത്തിലുള്ള സ്റ്റഡികൾ ലോകത്തിൽ നടന്നിട്ടുണ്ട്. അപ്പം ഓൺ ആവറേജ് പല സ്റ്റഡികളും പറയുന്നത് ഒരു ഏകദേശം ഒരു 100 രൂപ പുരുഷൻ സമ്പാദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് കിട്ടുന്നത് 80 രൂപ മാത്രമാണ്. അപ്പൊ അവിടെ ഒരു 20% വേജ് ഗ്യാപ്പ് നിലവിലുണ്ട്. അപ്പൊ ആ ഒരു വേജ് ഗ്യാപ്പ് ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് സ്ത്രീകൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നതാണ്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയാണ്, പുരുഷന്മാരെയാണ് അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അത് നമ്മുടെ പാട്രിയാർക്കൽ സൊസൈറ്റിന്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്തായാലും അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഡിസ്ക്രിമിനേഷൻ മാറ്റിയിട്ട് സ്ത്രീകൾക്ക് നീതി ലഭിക്കണം എന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് കൂടുതൽ ശമ്പളം കൊടുക്കണം. ഇതാണ് പ്രധാനമായിട്ടും ഈ ജെൻഡർ പേ ഗ്യാപ്പ് വേണ്ടി വാദിക്കുന്നത്, അല്ലെങ്കിൽ ജെൻഡർ പേ ഗ്യാപ്പ് അഡ്രസ് ചെയ്യണമെന്ന് പറയുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദം. അപ്പം ഈ വാദത്തിന്റെ ഒരു കാര്യം, ഇതിന്റെ പ്രശ്നം എന്താണെന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു പ്രധാനമായിട്ട് പറയുന്നത് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാട്ടും വേതനം കുറവാണ്. അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ മുന്നോട്ട് വെക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ത്രീകൾക്ക് ഒരേ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും പുരുഷന്മാരെ സംബന്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് വേതനം കുറവാണെന്നുള്ളതാണ് പറയുന്നത്. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരേപോലത്തെ ജോലിയാണോ, ഒരേപോലത്തെ അധ്വാനം ആണോ സ്ത്രീയും പുരുഷനും എടുക്കുന്നത് എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ നോക്കുക? ഈ ഒരേപോലെ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഫോർ ഡൂയിങ് ദ സെയിം വർക്ക് വുമൺ ആർ പെയ്ഡ് ലെസർ ദാൻ മെൻ. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ സിനിമാ മേഖലയിലുള്ള കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സിനിമാ മേഖലയിൽ എങ്ങനെയാണ് റെമ്യൂണറേഷൻ നിശ്ചയിക്കുന്നത്? അതിൽ പ്രധാനമായിട്ടുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള സിനിമാ മേഖലയിൽ റെമ്യൂണറേഷൻ നിർണ്ണയിക്കാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ എത്രത്തോളം റിട്ടേൺ അവർക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ നിർമ്മാതാവിന് എത്രത്തോളം ലാഭം നേടിക്കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പൊ എങ്ങനെയാണ് നിർമ്മാതാവിന് സിനിമാ മേഖലയിൽ ലാഭം കിട്ടുന്നത്? കൂടുതൽ ആളുകൾ സിനിമ കാണുക, അതായത് കൂടുതൽ പോപ്പുലാരിറ്റി ഉണ്ടാകുക, അല്ലെങ്കിൽ അവരുണ്ട് എന്നുള്ള കാരണം കൊണ്ട് കൂടുതൽ ആളുകൾ അവരുടെ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് വരാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് നിർണ്ണയിക്കാൻ വേണ്ടി പറ്റുക? ഇതിപ്പോ ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ അഭിലാഷ് നോക്കിയിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ വേറെ ഏതൊരാൾ നോക്കിയിട്ടുണ്ടെങ്കിലും, ഒരാൾക്ക് എത്രത്തോളം ഒരു നടനം നടിക്കോ തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരാനുള്ള കഴിവ് എത്രത്തോളം ആണെന്നുള്ളത് ഓരോരുത്തരും നോക്കി കാണുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അതേപോലെ തന്നെ ആയിരിക്കും ഓരോ പ്രൊഡ്യൂസറും കാണുന്നത്. ഇപ്പം മോഹൻലാലിനോ അല്ലെങ്കിൽ മമ്മൂട്ടിക്കോ അല്ലെങ്കിൽ വേറെ ഹിന്ദിയിലോ അല്ലെങ്കിൽ തമിഴിലോ ഉള്ള പല സൂപ്പർ സ്റ്റാറുകൾക്കും ഇത്രയും വളരെ ഉയർന്ന സാലറിയും, അതേസമയം ബാക്കിയുള്ള നടന്മാർക്കൊക്കെ വളരെ കുറഞ്ഞ സാലറി കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ അവരെ കാണാൻ വേണ്ടിയിട്ടാണ്, അവരെ വെച്ചിട്ടാണ് നമ്മൾ സിനിമ പൂർണ്ണമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നത്, അല്ലെ? കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിൻ അല്ലെങ്കിൽ ദളപതി വിജയ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സിനിമ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പം
അത് അങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് കണ്ടിട്ടാണ് കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് വരുത്താനുള്ള കഴിവ് ഒരാൾക്ക് ഉണ്ടാകുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും കൂടുതൽ റെമ്യൂണറേഷൻ ലഭിക്കും. കാരണം അവരെ വെച്ചിട്ട് സിനിമ എടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് വരികയും ചെയ്യും, നിർമ്മാതാവിന് കൂടുതൽ കളക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻ ഓരോ നിർമ്മാതാവിനും ഉണ്ടാവും. അപ്പം അത് ഓരോ നടന്മാരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ നോക്കും, അവർക്ക് എത്രത്തോളം കഴിവുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം ആളുകളെ ഓഡിയൻസിനെ പുള്ള് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ തിയേറ്റർ മാത്രമല്ല, തിയേറ്റർ റവന്യൂ മാത്രമല്ല ഉള്ളത്, ഇതിപ്പോ OTT-യിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പല രീതിയിലായാലും ടോട്ടൽ റവന്യൂ അവർക്ക് എത്രത്തോളം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് ഓരോ നിർമ്മാതാവ് സബ്ജക്റ്റീവ്ലി അനലൈസ് ചെയ്തുകൊണ്ടാണ് പ്രതിഫലം നിശ്ചയിക്കുന്നത്. അപ്പൊ നിർമ്മാതാവ് ഒരു സബ്ജക്റ്റീവായിട്ട് ഒരു പ്രതിഫലം കാണുന്നുണ്ടാവും. അതേപോലെ തന്നെ ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആക്ടറും അല്ലെങ്കിൽ ആക്ട്രസും അവർക്ക് എത്രത്തോളം ഓഡിയൻസിനെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത് ആക്ടറിനും ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവും. അതും അവർ സബ്ജക്റ്റീവായിട്ട് എടുക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പൊ ആ രണ്ടുപേരുടെ ഈ സബ്ജക്റ്റീവ് വാല്യുവേഷൻ രണ്ടും അഗ്രി ചെയ്യുന്ന ഒരു പോയിന്റിലാണ് അവരുടെ റെമ്യൂണറേഷൻ നിശ്ചയിക്കപ്പെടുക. അതായത് ഇപ്പൊ നിർമ്മാതാവ് ഇപ്പം ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ആക്ടറിന് ഒരു 100 രൂപ മാത്രം കൊടുത്ത് അവനെ കൊണ്ട് അഭിനയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പം അവർക്ക് എത്രത്തോളമാണ് മാർക്കറ്റ് വാല്യൂ ഉള്ളത് അതിനനുസരിച്ച് അയാൾ കൊടുത്തേ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഒരു ആക്ടറോ അല്ല ആക്ട്രസോ എനിക്ക് 100 കോടി വേണമെന്ന് പറഞ്ഞാലും അതും നടക്കില്ല. അപ്പൊ അത് രണ്ടും നടക്കാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 100 രൂപയ്ക്ക് ഒരിക്കലും ഒരു ആക്ടർ വരാൻ വില്ലിങ് ആവുന്നില്ല. വില്ലിങ് ആയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സമ്മതിക്കാന്നുള്ള അവിടെ അതായിരിക്കും അയാളെ മാർക്കറ്റ് വാല്യൂ ഉണ്ടാകുന്നത്. പക്ഷെ അവിടെ വില്ലിങ് ആവുന്നില്ല എന്നുള്ളതിന്റെ അർത്ഥം ബാക്കിയുള്ള ആളുകൾ ഇതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് അവർക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ഉണ്ട് എന്നുള്ളത് ഒന്നുകിൽ നിർമ്മാതാവിന് തോന്നുന്നുണ്ടാവും, അല്ലെങ്കിൽ ആക്ടറിനോ അല്ലെങ്കിൽ ആക്ട്രസിനോ തോന്നുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് മാർക്കറ്റിൽ അല്ലെങ്കിൽ സിനിമയിൽ വേതനം നിശ്ചയിക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരിക്കലും ഫിക്സഡ് ക്രൈറ്റീരിയ ഒന്നും ഒരിക്കലും കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ ഹേമ കമ്മീഷൻ പറഞ്ഞു ഇത് ട്രാൻസ്പെറന്റ് അല്ലെന്നും, ഒരിക്കലും അങ്ങനെ ട്രാൻസ്പെറന്റ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഇത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സിനിമാ മേഖല എന്ന് പറയുമ്പോൾ ഒരാളെ എന്റർടൈൻ ചെയ്യിക്കാനുള്ള കഴിവ് ആർക്കാണ് കൂടുതൽ എന്നുള്ളത് നമുക്ക് എങ്ങനെ നിശ്ചയിക്കാൻ വേണ്ടി പറ്റും? എന്ത് പാരാമീറ്റർ നമുക്ക് എങ്ങനെയാണ് അതിനൊന്നും ഒരിക്കലും ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല അത്. നമ്മൾ എത്ര ക്വാണ്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പഴയകാല സിനിമകളിലെ കളക്ഷനും അല്ലെങ്കിൽ എന്താ പറയാ അയാൾ എടുക്കുന്ന എഫേർട്ടും അയാൾ എത്ര ദിവസം ഉണ്ടാവും, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്ത് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സെർട്ടൈൻ പോർഷൻ നമുക്ക് ഒരിക്കലും ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അവിടെ ഉണ്ടാവും. അപ്പം ഈ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ആ സിനിമയിൽ എത്രത്തോളം ലാഭം ഉണ്ടാക്കി തരാൻ പറ്റുന്ന ആരാണോ അവർക്ക് കൂടുതൽ പൈസ, അതായത് ആരാണോ തിയേറ്റർ നിറയ്ക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ആർക്കാണോ സാറ്റലൈറ്റ് വാല്യൂ കൂടുതലുണ്ട് എന്നുള്ളത്. ഇതേ കാര്യം തന്നെ ഇപ്പം സ്പോർട്സിന്റെ കാര്യത്തിലാണെങ്കിൽ തന്നെയും ഇങ്ങനെ തന്നെയാണല്ലോ. ഇപ്പം ഒരേ കളി കളിക്കുന്ന ആൾക്കാർ അല്ലെ, ഇപ്പൊ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ ആണെങ്കിലും മെയിൽ ടീമും ഉണ്ട് ഫീമെയിൽ ടീമും ഉണ്ടെങ്കിൽ അതിനകത്ത് അവര് അധ്വാനിക്കുന്ന കാര്യങ്ങളും എല്ലാം ഒരേപോലെയാണ്. പക്ഷെ കൂടുതൽ ആൾക്കാരും കാണുന്ന സ്പോർട്സ് ആണുങ്ങൾ കളിക്കുന്നതായതുകൊണ്ട് അതാണ് കാണാനാണ് കൂടുതൽ ആളുകൾ. കാരണം ഇതിന്റെ സ്പോർട്സിന്റെ ഒക്കെ വ്യൂവേഴ്സ് കൂടുതലും ആണുങ്ങളായതുകൊണ്ട് അവരെ കൂടുതൽ അത് പ്രിഫർ ചെയ്യുന്നു. അതിന് ഹിസ്റ്റോറിക്കൽ കാരണങ്ങളും ഉണ്ട്. അപ്പൊ അവര് കൂടുതൽ റവന്യൂ കൊണ്ടുവരുന്നതുകൊണ്ട് അവർക്ക് കൂടുതൽ ശമ്പളം കിട്ടുന്നു. അതേ ലോജിക്ക് തന്നെയാണല്ലോ ഇവിടെ നടക്കുന്നത്. ഇപ്പൊ മോഹൻലാലിന്റെ ഒരു ഡേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ വിജയുടെ ഒരു ഡേറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ അപ്പൊ ഇവരുടെ സമയം അവർക്ക് മറ്റുള്ളവർക്കും കൊടുക്കാം ഇവർക്ക്. അപ്പൊ അതിനൊരു ഡിമാൻഡ് ഉണ്ട്. അപ്പൊ അവർ വിചാരിക്കുകയാണ് ഞാൻ ഇയാൾക്ക് ഇത്ര ലാഭം ഉണ്ടാക്കാനായിട്ട് പ്രവർത്തിക്കുന്നു, അപ്പൊ ഞാൻ എന്തിനാണ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അവരുടെ സമയത്തിനും അവർ വിലയിടുന്നതാണ്. അപ്പൊ അവര് പറയുന്ന വില കൊടുക്കാൻ ഒരു നിർമ്മാതാവ് തയ്യാറായാൽ മാത്രമേ അവർക്ക് ആ ശമ്പളം കിട്ടുള്ളൂ. അതിപ്പോ ഒരു നടൻ പറയാണ് എനിക്ക് 100 കോടി രൂപ വേണമെന്ന് പറയുകയാണെങ്കിൽ അയാൾക്ക് 100 കോടി രൂപ കൊടുത്ത് ഈ മാർക്കറ്റിൽ നിന്ന് എനിക്ക് 100 കോടി കിട്ടില്ല എന്ന് തോന്നുന്ന നിർമ്മാതാക്കൾ ആ പൈസ ചെലവഴിക്കില്ല എന്നുള്ളതാണ്. പുരുഷനും സ്ത്രീയും ഏൺ ചെയ്യുന്നത് കൂടിയതോ കുറയുന്നത് എന്നുള്ളത് നോക്കുന്നതിനെക്കാട്ടും ഒരേ ജോലിക്കാണോ അവർക്ക് കൂടുതലോ കുറയുന്നത് എന്നുള്ളത് നോക്കുകയാണ് നമ്മൾ വേണ്ടത്. പക്ഷെ ആ ഒരേ ജോലി ഒരേപോലത്തെ എഫേർട്ട് അല്ലെങ്കിൽ ഒരേപോലെ എന്നുള്ള ഒരു സെയിം വർക്ക് എന്നുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആണ്. ഒരിക്കലും രണ്ടാൾക്കാർ ഏൺ ചെയ്യുന്നത് കൂടിയതോ കുറയുന്നത് എന്നുള്ളത് നോക്കുന്നതിനെക്കാട്ടും ഒരേ ജോലിക്കാണോ അവർക്ക് കൂടുതലോ കുറയുന്നത് എന്നുള്ളത് നോക്കുകയാണ് നമ്മൾ വേണ്ടത്. പക്ഷെ ആ ഒരേ ജോലി ഒരേപോലത്തെ എഫേർട്ട് അല്ലെങ്കിൽ ഒരേപോലെ എന്നുള്ള ഒരു സെയിം വർക്ക് എന്നുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആണ്. ഒരിക്കലും രണ്ടാൾക്കാർ ചെയ്യുന്ന വർക്കുകൾ നമുക്ക് ഒരിക്കലും ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആക്ച്വലി അത് സിനിമാ മേഖലയിലാകുമ്പോൾ പ്രത്യേകിച്ചും നമുക്ക് ഒട്ടും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അവിടെ റെമ്യൂണറേഷൻ ട്രാൻസ്പെറന്റ് അല്ല എന്ന് പറയുന്നതിൽ നമുക്ക് എത്ര ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരിക്കലും ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് ഒരു ക്രൈറ്റീരിയ കൊണ്ടുവന്നിട്ട് ഇത്ര രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര കളക്ഷൻ കഴിഞ്ഞ സിനിമയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ഇത്ര, അങ്ങനെ ഒരിക്കലും സ്റ്റാറ്റിസ്റ്റിക്കലി ഒരു ഫോർമുല ഒക്കെ ഉണ്ടാക്കിയിട്ടോ അങ്ങനെയൊന്നും ഒരിക്കലും നമുക്ക് ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഇന്നതേ നമ്മൾ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളത്. കാരണം കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നിയമം ഇറക്കിയിട്ടുണ്ടെങ്കിലും അതിനെക്കാട്ടും കൂടുതൽ കൊടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള വേറെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ആക്ടിന് സമ്മതമാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവിടെ അതിനെക്കാട്ടും കൂടി കഴിഞ്ഞു. അല്ലെങ്കിൽ ഈ ഒരു
ഈ പറയുന്ന ഒരു തുക അത് കൊടുക്കാൻ ആരും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും അത് മെറ്റീരിയൽ ആവില്ല. അവിടെ മെറ്റീരിയൽ ആവുന്ന എന്താണ്, ആക്ടറും പ്രൊഡ്യൂസറും തമ്മിൽ ഉള്ള ഡിസ്കഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ അവർ തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ് അവിടെ സാലറി ആയിട്ട് വരിക. അത് അത് നമ്മൾ പറയുന്ന പോലെ മാർക്കറ്റാണ് അവിടെ കാര്യങ്ങൾ എടുക്കുന്നത്. അപ്പൊ മാർക്കറ്റ് തീരുമാനിക്കും മാർക്കറ്റ് വാല്യൂ ആർക്കാണ് കൂടുതലുള്ളത്, അല്ലെങ്കിൽ ആരാണോ കൂടുതൽ ഓഡിയൻസിന് കൂടുതലായിട്ട് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയുള്ള കഴിവുള്ളത്. ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ആരെ സിനിമ കാണാനാണോ വരുന്നത്, അവരുടെ 2.5 മണിക്കൂർ 150 രൂപ മുടക്കാൻ വേണ്ടിയിട്ട് ആരെ കാണാനാണോ അവർക്ക് കൂടുതൽ താല്പര്യം, അപ്പൊ അവർക്ക് കൂടുതലായിട്ടും റെമ്യൂണറേഷൻ സ്വാഭാവികമായിട്ട് ലഭിക്കും. അവരുടെ കൂടുതലായിട്ടും മെയിൽ ആക്ടേഴ്സിനെ കണ്ടിട്ടാണ് ആളുകൾ കൂടുതൽ പോകുന്നത് എന്നുള്ളത് തന്നെ കൂടുതൽ സ്വാഭാവികമായിട്ടും മെയിൽ ആക്ടേഴ്സിനായിരിക്കും അവിടെ റെമ്യൂണറേഷനും കൂടുക. അതെ, സിനിമ കാണുന്ന പ്രേക്ഷക സമൂഹത്തിന്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് അവിടെ. ഇപ്പൊ സാധാരണയായിട്ട് നമുക്കറിയാം, സിനിമകൾ റിലീസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടീനേജ് മുതൽ ഒരു 30 വയസ്സ് വരെയുള്ള ഗ്യാപ്പിലുള്ള ആളുകളാണ് ഈ തുടക്കത്തിൽ ഒരു സിനിമയില് അല്ലെ നമ്മൾ പോയി ടിക്കറ്റ് എടുത്ത് ഈ ഫാൻ ഷോ ആണെങ്കിലും ആദ്യത്തെ ദിവസം തന്നെ സിനിമ കാണുന്ന നിർബന്ധമുള്ളവരും ഈ ഫാൻസ് ക്ലബും കാര്യങ്ങളും ഒക്കെ അതിന് വലിയ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടമുള്ളവരുടെ ഗ്രൂപ്പുകൾ അല്ലെ, പല പല ഗ്രൂപ്പുകളാകുകയും വിജയം എന്ന് പറയുന്നത് ഒരു അഭിമാന പ്രശ്നമായി കാണുകയും അതിനു വേണ്ടിയിട്ട് തന്നെ സിനിമ കാണാൻ ഇടിച്ചു കയറുന്ന ആൾക്കാരാണ് ഫസ്റ്റ് ഒന്ന് ഈ ഗ്രൂപ്പിലുള്ളവരാണ്. അപ്പൊ അവർക്ക് കാണാൻ താല്പര്യമുള്ളത് ആൾക്കാരുടെ സിനിമകൾ ആയാലും അവർ കൂടുതൽ പ്രതിഫലം കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ്. അത് ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, എല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഹേമ കമ്മിറ്റിക്കകത്ത് ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് കൂടുതൽ എഫർട്ട് ഇടുന്നതെന്ന് നോക്കിയിട്ട് വേണം ഇത് കൊടുക്കാൻ. ഇപ്പൊ ബോഡി അല്ലെ, ശരീരഭാരം കുറയ്ക്കുക, ഒരു റോളിന് വേണ്ടി കുറയ്ക്കുന്ന ആൾ, അല്ലെങ്കിൽ ഡ്രാമാറ്റിക് എബിലിറ്റി എന്നൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതായത് എത്രത്തോളം നന്നായി അഭിനയിക്കുന്നു എന്ന് നോക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ എത്രത്തോളം നന്നായിട്ട് അഭിനയിച്ചു നോക്കി കൊടുക്കുക എന്നുള്ള രീതിയിലൊന്നും അല്ല സിനിമയിൽ. അങ്ങനെയാണെങ്കിൽ പല വലിയ നടന്മാരും സഹനടന്മാരും ഒക്കെ ആയിട്ടാണ് അഭിനയിക്കുക. അപ്പൊ ഒരു സിനിമയിൽ ഏറ്റവും നന്നായി അഭിനയിച്ചത് നായക നടനാകണമെന്നില്ല. ഏറ്റവും മോശമായിട്ട് ചിലപ്പോൾ അഭിനയിക്കുന്നത് നായക നടനായിരിക്കാം. പക്ഷെ അയാളുടെ പേരിലാണ് ആ സിനിമ ഇരിക്കുന്നത്. അയാളെ വെച്ചിട്ടാണ് ബിസിനസ് നടത്തുന്നത്. അത് വെച്ചിട്ടാണ് മാത്രമാണ് സിനിമയിലെ പ്രധാനമായിട്ടും അവരുടെ വരുമാനവും വേതനവും ഒക്കെ നിശ്ചയിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാലോ, ഈ പല വലിയ ലേഡി സൂപ്പർ സ്റ്റാർസ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന നടിമാർക്ക് മറ്റ് നടിമാരെക്കാട്ടിലും ശമ്പളം കൂടുതൽ കിട്ടുന്നുണ്ട്. മറ്റ് ഹീറോസിനെക്കാളും ചിലപ്പോൾ ശമ്പളം കൂടുതൽ കിട്ടുന്നുണ്ടാവും. അതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ മാർക്കറ്റാണ് ഇത് തീരുമാനിക്കുന്നതെന്നുള്ള ലോജിക്കിൽ നിന്ന് നമുക്ക് അതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. അല്ലെ, ഒരു സിനിമയിൽ തന്നെ എല്ലാ ആണുങ്ങൾക്കും ഒരേ ശമ്പളം അല്ലല്ലോ കിട്ടുന്നത്. ഈ നായിക നടിയെക്കാട്ടിലും ശമ്പളം കുറച്ച് മേടിക്കുന്ന സഹനടന്മാർ ആ സിനിമയിൽ തന്നെ ഉണ്ടാവും. അപ്പൊ എപ്പോഴും അവരുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ ഏറ്റവും കൂടുതൽ ആരാണോ സഹായമായത് അവർക്ക് കൂടുതൽ ശമ്പളം കിട്ടും എന്നുള്ളതാണ്. അതിനകത്തല്ലാതെ ഡിസ്ക്രിമിനേഷൻ കാരണം അല്ല. ഇപ്പം ഈ സ്ത്രീകൾക്ക് കുറച്ച് ശമ്പളം കൊടുത്താൽ മതി എന്നുള്ളതാണ് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ സിനിമയിലെ കാര്യം മാത്രമല്ല, ഇപ്പം എല്ലാവരും പറയുമല്ലോ, അപ്പം എല്ലായിടത്തും സ്ത്രീകൾക്ക് ശമ്പളം കുറവാണ് എന്നുള്ളൊരു ന്യായം പറയുമല്ലോ. നമുക്ക് അതിലേക്ക് കൂടുതൽ ഡിസ്കഷനിലേക്ക് വരാം. അതിലൊരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ശമ്പളം കുറച്ച് കൊടുത്താൽ മതിയെങ്കിൽ എല്ലാ ഗ്രീഡി ആയിട്ടുള്ള മുതലാളിമാരും അങ്ങനെയാണെങ്കിൽ സ്ത്രീകളെ കൊണ്ട് ജോലി എടുപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്. കാരണം അവർക്ക് ശമ്പളം കൊടുത്താൽ മതിയല്ലോ. അപ്പൊ ഇവർക്കല്ലേ കൂടുതൽ ലാഭം. അപ്പൊ ആ രണ്ട് സംഭവങ്ങളും തമ്മിൽ ചേർന്ന് പോവില്ല. ഗ്രീഡി ആയിട്ടുള്ള മുതലാളിമാരും ഈ ഡിസ്ക്രിമിനേഷൻ തമ്മിൽ ചേർന്ന് പോവില്ല എന്നുള്ളതാണ്. അതെ, ഇപ്പൊ ഒരാൾക്ക് കൂടുതൽ അബിലിറ്റി ഉണ്ട്, ഒരു സ്ത്രീക്ക് വളരെ കൂടുതലായിട്ട് ആൾക്കാരെ തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള ഒരു അബിലിറ്റി ഉണ്ട്. പക്ഷെ എന്നിട്ടും അവർക്ക് കുറച്ച് ശമ്പളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു പ്രൊഡ്യൂസർ അവർ ഈ എല്ലാ പ്രൊഡ്യൂസർമാരും കൂടുതൽ ലാഭം കിട്ടാൻ വേണ്ടിയാണ് നോക്കുന്നത്. അവരത്രയും എന്താ പറയുക, അത്യാഗ്രഹികളായിട്ടുള്ള, നേരത്തെ പറഞ്ഞ പോലെ അത്യാഗ്രഹികളായിട്ടുള്ള മുതലാളിമാരാണല്ലോ. അപ്പൊ അത്രയും കൂടുതൽ ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് വന്ന് ഇവർക്ക് കൂടുതൽ ശമ്പളം ഓഫർ ചെയ്തുകൊണ്ട് കൊടുക്കുന്നതാണ് അയാൾക്ക് എന്തുകൊണ്ട് ലാഭം. അപ്പൊ അയാൾക്ക് അവിടെ ആ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ട് അവർക്ക് അയാളെ വിളിക്കാം. ഇനിയിപ്പോ ആരും എടുത്തിട്ടില്ലെങ്കിൽ ഇവർക്ക് തന്നെ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവർ തന്നെ രീതിയിൽ മാർക്കറ്റിലേക്ക് സിനിമ ഇറക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതൊക്കെ ഇവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ആ ഒരു രീതിയിൽ നോക്കുന്നതാണ് നല്ലത്, അല്ലെ? അതുപോലെ ഇനിയിപ്പോ ഇങ്ങനെ ഒരേപോലെ ശമ്പളം കൊടുത്തേ പറ്റുള്ളൂ എന്നൊരു നിയമം വന്നു കഴിഞ്ഞാൽ ആക്ച്വലി എനിക്ക് തോന്നുന്നു സ്ത്രീകളുടെ അവസരം കുറച്ചുകൂടെ കുറയുകയാണ് ചെയ്യാൻ സാധ്യതയാണ് കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം. ഇപ്പം പാട്രിയാർക്കൽ മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ്, അയാൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാണ് എന്ന് വിചാരിക്കുക. അപ്പൊ ഒരേ കഴിവുള്ള ഒരു മെയിൽ ആക്ടർ ഉണ്ട്, ഒരു ഫീമെയിൽ ആക്ടർ ഉണ്ട്, അല്ലെങ്കിൽ മെയിൽ എംപ്ലോയി, ഫീമെയിൽ എംപ്ലോയി, അതിപ്പോ ഏത് പ്രൊഫഷണൽ ആയാലും അങ്ങനെ തന്നെ. ഒരാണും ഒരു പെണ്ണുണ്ട്, ഒരേ കഴിവാണ്. പക്ഷെ അയാൾ ഒരു മെയിലിനാണ് പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ മെയിലിന് കൂടുതൽ ശമ്പളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ കഴിവായിട്ടും കൂടുതൽ ശമ്പളം അയാൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ അയാൾ എത്രത്തോളം കൂടുതൽ അയാളെ ശമ്പളം കൊടുക്കുന്നു, ഈ കഴിവിനേക്കാൾ ഉപരി എത്രത്തോളം കൂടുതൽ അയാളെ ശമ്പളം കൊടുക്കുന്നു, അത്രത്തോളം അയാൾക്ക് നഷ്ടമാണ്. അതിന്റെ കോസ്റ്റ് അയാളാണ് വഹിക്കുന്നില്ല. അപ്പൊ ആ ഒരു നഷ്ടം അയാൾ സഹിച്ചുകൊണ്ടാണ് ഇയാൾ ചെയ്യേണ്ടത്.
അപ്പൊ അവിടെ ഈ പാട്രിയാർക്കൽ മൈൻഡ് സെറ്റ് ഇല്ലാത്തവർ, അല്ലെങ്കിൽ നല്ലപോലെ റാഷണൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾ, അതുപോലെ പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് അവിടെ ലാഭം നേടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. അപ്പം ഈ ഈവൻ കട്ട പാട്രിയാർക്കൽ മൈൻഡ് സെറ്റുള്ള ഒരാളാണെങ്കിൽ പോലും അയാൾ ലാഭം നേടാനുള്ള ഒരു മൈൻഡ് സെറ്റ് അയാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഈ കൂടുതൽ ശമ്പളം കൊടുത്ത് മെയിലിൽ എടുക്കുന്നതിനെക്കാട്ടും എന്തുകൊണ്ട് ലാഭം അയാൾക്ക് ഫീമെയിൽ എടുക്കുന്നതാണ്. കാരണം ഒരേ എഫേർട്ടിൽ തന്നെ ഈ ഫീമെയിൽ ഈ കുറഞ്ഞ ശമ്പളത്തിൽ തന്നെ വന്നിട്ട് വർക്ക് ചെയ്യുക അയാൾക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. വെറുതെ അനാവശ്യമായിട്ട് ഇയാൾ കൂടുതൽ ശമ്പളം മെയിലിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ഒരു ലാഭത്തിന്റെ ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്തുകൊണ്ടും ഇത്രയും ഗ്രീഡി ആയിട്ടുള്ള ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ അവർക്ക് അവിടെ വന്നിട്ട് അത് ക്യാപ്ചർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പം ഒരു നിയമം വെച്ച് നമ്മളിപ്പം എന്താ പറയാ, ജെൻഡർ പേ ഈക്വൽ ആക്കണം, ഒരു മെയിലിനും ഫീമെയിലിനും ഇത്ര ശമ്പളം കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ, ഇത്ര ശമ്പളം നിങ്ങൾ എന്തായാലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു ചങ്ങായി, ഒരു പ്രൊഡ്യൂസർ ഒരാൾക്ക് നിങ്ങൾ കൂടുതൽ ശമ്പളം കൊടുക്കണം എന്നുള്ള നിയമം വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുരുഷൻ സ്ത്രീക്ക് നിങ്ങൾ തുല്യമായിട്ടുള്ള വേതനം മാത്രമേ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സ്ത്രീകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള ജോബ് അയാൾക്ക് ഈസി ആക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഒരേ സാലറിയാണ് നമ്മൾ പുരുഷന് സ്ത്രീക്കും കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു കോസ്റ്റും വഹിക്കേണ്ട ആവശ്യമില്ല. അയാൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു, അയാൾക്ക് ഈസി ആയിട്ട് പുരുഷനെ തന്നെ എടുത്തിട്ട് അയാൾക്ക് ഒരു എക്സ്ട്രാ കോസ്റ്റ് ഇല്ലാതെ തന്നെ അയാൾക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും സ്ത്രീയെ. മറ്റേ നമ്മൾ ജെൻഡർ പേ ഗ്യാപ്പ് നമ്മൾ ഈ നിയമം വെക്കാത്തപ്പോൾ, അല്ലെങ്കിൽ ഈക്വൽ പേ കൊടുക്കണം എന്നുള്ള നിയമം ഇല്ലെങ്കിൽ അയാൾ കൂടുതൽ സാലറി കൊടുത്തിട്ടാണ് മെയിലിന് എടുക്കേണ്ടത്. ഈ നിയമം വന്നിട്ടുണ്ടെങ്കിൽ മെയിലിന് ഫീമെയിലിന് ഒരേ സാലറി ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈസി, അയാൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന പ്രോസസ് അയാൾക്ക് കുറച്ചുകൂടി എളുപ്പമായി കൊടുക്കുകയാണ് ഈ നിയമം ചെയ്യുന്നത്. അപ്പൊ എന്താണ് ചെയ്യുക, ഒരേ സാലറി ആണ് മെയിലിന് ഫീമെയിലിന് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ കൂടുതൽ ആൾക്കാർ പാട്രിയാർക്കൽ മൈൻഡ് സെറ്റുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ ആണുങ്ങളെ മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ പെണ്ണുങ്ങൾക്ക് വീണ്ടും ഓപ്പർച്യൂണിറ്റി കുറയാണ് ചെയ്യുക സ്ത്രീകൾക്ക്. കമ്മിറ്റിയിലെ മറ്റൊരു നിർദ്ദേശം ഈ പറഞ്ഞ പോലെ ഈ സ്ത്രീകളുടെ തിയേറ്റേഴ്സിന്റെ എണ്ണം കൂട്ടണം എന്ന് പറഞ്ഞിട്ടൊരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ലേ. ഈ ഗവൺമെന്റ് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും ഈ ഡിസ്ക്രിമിനേഷൻസ് ഉണ്ട്, അതുകൊണ്ട് അത് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും അതിനകത്ത് ഉണ്ടായിരുന്നല്ലോ. സ്ത്രീകളുടെ അല്ലെങ്കിൽ സ്ത്രീപക്ഷ സിനിമകൾ എടുക്കുന്ന ആളുകൾക്ക് കൂടുതൽ തിയേറ്റർ കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് സബ്സിഡി കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ആ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ജനങ്ങളുടെ അതെ ലോൺ, സബ്സിഡൈസ് ആയിട്ട് ലോൺ കൊടുക്കുക എന്ന് പറയാം. അതെ, അപ്പം സ്ത്രീപക്ഷ സിനിമകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇവര് സർക്കാരിന്റെ കയ്യിൽ, അതായത് ജനങ്ങളുടെ നികുതി പണം കൂടുതലായിട്ടും ഇവിടേക്ക് ഈ സ്ത്രീകൾക്ക് വേണ്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഈ സ്ത്രീപക്ഷ സിനിമകൾക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി എന്താണ്, ഇപ്പം നിലവിൽ സർക്കാർ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി നികുതി പിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഇതും കൂടി ചേർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ നികുതി പിരിച്ചു തന്നെ പറ്റുള്ളൂ, അല്ലാതെ വേറെ രീതിയിലും സർക്കാരിന് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സർക്കാർ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും സർക്കാർ കുറയ്ക്കാൻ വേണ്ടി പോകുന്നില്ല. സർക്കാരിന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്തുകൊണ്ട് അതിനൊപ്പം തന്നെ ഇത് കൂട്ടുക എന്നുള്ളത് മാത്രമേ സർക്കാർ ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളൂ. അപ്പൊ എക്സ്ട്രാ നികുതി കൊടുക്കുക എന്ന് പറയുമ്പോൾ നികുതി നമുക്ക് എവിടുന്നാണ് വരുന്നത്? ഇപ്പൊ കേരള സർക്കാരിന്റെ ബഡ്ജറ്റ് തന്നെ നോക്കിയിട്ട് നമുക്കറിയാം, നികുതിന്റെ ഏറ്റവും സിംഹഭാഗം വരുന്നത് ഒന്ന് പെട്രോൾ നികുതി, അല്ലെങ്കിൽ ലോട്ടറി, മദ്യം, മോട്ടോർ വെഹിക്കിൾ, ഈ ഒരു 4 മേഖലയിൽ നിന്നാണ് സർക്കാരിന്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള റവന്യൂ വരുന്നത്. അപ്പൊ ഇവിടുന്ന് വരുന്ന റവന്യൂ ആണ് വരുന്നുണ്ടെങ്കിൽ അപ്പം സർക്കാർ വീണ്ടും അവിടെയൊക്കെ നികുതി കൂട്ടുക എന്നുള്ളതാണ് സർക്കാരിന്റെ മുന്നിലുള്ള മാർഗ്ഗം, ഇതിനുവേണ്ടി ഫണ്ട് കണ്ടെത്തുന്നുണ്ടെങ്കിൽ. അപ്പം ആ ഒരു ഫണ്ട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആരെടുത്തുനിന്നാണ് എടുക്കുന്നത്? അത് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ മദ്യത്തിന് ലോട്ടറിക്കും ഒക്കെ നികുതി കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകൾ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് കൺസ്യൂം ചെയ്തത്. അപ്പം ഇവരെ കയ്യിൽ നിന്ന് തന്നെ ശമ്പളം എടുത്തിട്ട്, അതായത് ഏറ്റവും താഴെക്കിടയിലുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെ ശമ്പളം എടുത്തിട്ട് തന്നെ സർക്കാർ ഈ സ്ത്രീപക്ഷ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാനും, അല്ലെങ്കിൽ ജനങ്ങൾ അത് കാണാൻ ഒരു മാർക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഓൾറെഡി അതിന് പ്രത്യേകിച്ച് സഹായം ഒന്നുമില്ലാതെ തന്നെ അത് ഇറങ്ങിയ ഓഡിയൻസ് അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, അവർ തന്നെ സ്വന്തം പൈസ കൊടുത്ത് കാണുകയും ചെയ്യും. അപ്പൊ അവരങ്ങനെ പൈസ കൊടുത്ത് കാണുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇവരിവിടെ സബ്സിഡൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പൊ ആ സബ്സിഡൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട ആളുകളുടെ പൈസ എടുത്തിട്ടാണ് ഇവർക്ക് കൊടുക്കണം എന്ന് ബേസിക്കലി നിർദ്ദേശം പറയുന്നത്. അപ്പം അതിന്റെ കോസ്റ്റ് അനുഭവിക്കുന്നത് ഏറ്റവും താഴെക്കിടയിലുള്ള പാവപ്പെട്ട ആളുകളായിരിക്കും. അപ്പൊ അവരുടെ വീട്ടിൽ ഉള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും, അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള പല ആഭ്യന്തര കാര്യത്തിനും വേണ്ടി വെക്കേണ്ട പൈസ ആയിരിക്കും ഈ ടാക്സ് കൂട്ടുന്നതിലൂടെ സർക്കാർ ഇവരുടെ അടുത്ത് പിടിച്ചു വാങ്ങുന്നത്. അപ്പൊ അതില് ഈ ഈവൻ നീതിപരമായിട്ട് നോക്കിയാലും അത് വളരെ വലിയൊരു അനീതിയായിട്ട് തന്നെയാണ് അവിടെ സംഭവിക്കുക. അതെ അതെ, അതിപ്പം മറ്റെല്ലാ മേഖലയിലും ഉള്ളതുപോലെ തന്നെ സർക്കാർ ഇടപെട്ട് ഏതെങ്കിലും ഒരു സംഭവത്തിന് ബെനിഫിറ്റ് ചെയ്ത് കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ അതിന്റെ കോസ്റ്റ് എവിടെ നിന്ന് വരുന്നു എന്ന് നമ്മൾ ആലോചിക്കുന്നില്ല. അത് ആരിൽ നിന്ന് പൈസ കളക്ട് ചെയ്യുന്നു നമ്മൾ ആലോചിക്കുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ നിർദ്ദേശങ്ങളൊക്കെ വന്നത് ഒരു 4 വർഷം മുമ്പത്തെ റിപ്പോർട്ടാണല്ലോ, അത് ഇപ്പോഴാണല്ലോ പുറത്തു വന്നത്. അപ്പം എനിക്ക് തോന്നുന്നു കോവിഡിന് മുമ്പുള്ള സിറ്റുവേഷൻ അല്ല. ഈ റിപ്പോർട്ട് എഴുതിയ സമയം എന്ന് പറയുന്ന സമയത്ത് എനിക്ക് OTT പ്ലാറ്റ്ഫോംസ് ഒന്നും കാര്യമായിട്ടില്ല. അതുകൊണ്ടാണ് അവര് എല്ലാ താലൂക്കിലും 2 തിയേറ്റർ വേണമെന്നും അതിൽ ഒരു തിയേറ്ററിൽ സ്ത്രീപക്ഷ സിനിമകളും, അല്ലെങ്കിൽ സ്ത്രീ പ്രൊഡ്യൂസർ, സ്ക്രിപ്റ്റ് റൈറ്റർ, ടെക്നീഷ്യൻസ് ഉള്ളവരെല്ലാവരും ഇല്ല,
സിനിമ വേണം എന്നൊക്കെ പറയും. അപ്പൊ ഈ സിനിമയൊക്കെ പ്രദർശിപ്പിക്കുകയും അതൊക്കെ കാണാൻ അവിടെ ആൾക്കാർ വന്ന് വിജയം ഉണ്ടാകുക എന്ന് പറയുന്നതൊന്നും ഇപ്പൊ കേരള സമൂഹത്തിലെ ഇപ്പോഴത്തെ ഒരു പ്രേക്ഷക കൾച്ചറും കാര്യങ്ങളും കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല. നമുക്കറിയാം എങ്ങനെയാണ് മാർക്കറ്റിൽ യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നത്, ഏത് സിനിമകൾക്കാണ് കൂടുതൽ ആൾക്കാർ പോകുന്നത്. ആളുകൾ സിനിമ കാണാൻ പോകുമ്പോൾ അതിനകത്ത് ജെൻഡർ ജസ്റ്റിസ് ഉള്ള സിനിമ കാണാൻ പോകാം എന്നൊന്നും കരുതിയിട്ടല്ല എല്ലാവരും സിനിമ കാണാൻ പോകുന്നത്. നമുക്കറിയാലോ, സിനിമ അവരെ എന്റർടൈൻ ചെയ്യണം, എന്തെങ്കിലും തരത്തിൽ കണക്ഷൻ വേണം, മൗത്ത് പബ്ലിസിറ്റിയും ഒക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ സിനിമ കാണാൻ പോകുന്നത്. നല്ല സിനിമയാണെങ്കിൽ ആൾക്കാർ കണ്ട്, നല്ല സിനിമ ഇൻ ദ സെൻസ് എന്റർടൈൻമെന്റ് മാർക്കറ്റ് വാല്യൂ അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് അതിന്റെ ഇതിരിക്കുന്നത്. അപ്പം ഈ പല ഈ പറയുന്ന ഈ ശമ്പളം കുറവ് കിട്ടുന്നു എന്ന് പറയുന്ന നടിമാരൊക്കെ തന്നെയാണെങ്കിലും, നടിമാരാണെങ്കിലും നടന്മാരാണെങ്കിലും ആരാണെങ്കിലും അവര് അഭിനയിക്കുന്ന സിനിമ ചിലപ്പോൾ കലാമൂല്യമുള്ള സിനിമയായിരിക്കും. നിർഭാഗ്യവശാൽ അതിന്റെ മാർക്കറ്റ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ വലിയ നല്ല സിനിമകൾ എന്ന് പറയുന്ന പല സിനിമകളും തിയേറ്ററിൽ അധികം ഓടാറില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനൊക്കെ മികച്ച ശമ്പളം വേണമെന്ന് ആരോടാണ് ആവശ്യപ്പെടുക എന്നുള്ളതാണ്. നിർമ്മാതാവിന് അത് കിട്ടിയാലല്ലേ അയാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ജെൻഡർ ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആളുകൾ മറ്റൊരാൾ അതിന് വേണ്ടിയുള്ള കോസ്റ്റ് വഹിക്കണം എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അല്ലാണ്ട് അവരെ കയ്യിൽ നിന്നല്ല അതിനുള്ള പൈസ മുടക്കുന്നത്. അപ്പോൾ പൈസ മുടക്കുന്ന ആൾ അതിനുള്ള കോസ്റ്റ് വഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുടക്കാൻ വേണ്ടി വരുന്ന ആളുകളുടെ എണ്ണം സ്വാഭാവികമായിട്ടും കുറയാണ് ചെയ്യുക. അത് അൾട്ടിമേറ്റ്ലി അഫക്ട് ചെയ്യുന്ന സിനിമ ഇൻഡസ്ട്രീനെ തന്നെയായിരിക്കും. സിനിമ ഇൻഡസ്ട്രിയിൽ ഉള്ള ആളുകൾക്ക് തന്നെ കുറച്ച് പ്രൊഡ്യൂസേഴ്സ് മാത്രമാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. സിനിമ നമുക്കറിയാം ഓൾറെഡി സക്സസ് റേറ്റ് കുറഞ്ഞൊരു വ്യവസായമാണ്. വളരെ വിരലെണ്ണാവുന്ന സിനിമകൾ മാത്രമേ സക്സസ് ആവുന്നുള്ളൂ. അപ്പൊ അവിടെ വീണ്ടും കൂടുതൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരും. അതുപോലെ തന്നെ തിയേറ്ററുകാർക്കും നിങ്ങൾ ഇന്ന രീതിയിലുള്ള സിനിമ ഇത്ര ദിവസം നിർബന്ധമായിട്ട് പ്രദർശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും മറ്റ് സിനിമകൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ, ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരം ഇല്ലാതാക്കിയിട്ടാണ് ഇത്തരം സിനിമകൾ പ്രദർശിപ്പിക്കണം എന്ന് പറയുന്നത്. അപ്പൊ അവർക്കും നഷ്ടമാണ്. അപ്പൊ അവരും സ്വാഭാവികമായിട്ടും പുതിയ ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ലാതാവും. അതുപോലെ തന്നെ ഉള്ള ആളുകൾ തന്നെ ചിലപ്പം ഇത് നഷ്ടമായിട്ട് നിർത്തി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നിർത്തിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ട് ആൾക്കാർ ജോലിയും പോകും. അതുപോലെ തന്നെ പുതിയ ആളുകൾക്ക് ജോലി ഉണ്ടാവുന്ന അവസരങ്ങൾ നഷ്ടപ്പെടും. അത് സിനിമാ മേഖലയിലും സിനിമയോട് അനുബന്ധിച്ചുള്ള പല മേഖലയിലും ഒക്കെ ഇത് സംഭവിക്കുകയാണ് ചെയ്യുക. അപ്പം കൂടുതൽ ഡിഫിക്കൽട്ട് ആവും തോറും കൂടുതൽ ആളുകൾ കുറഞ്ഞു പോയി. അങ്ങനെ കൂടുതൽ ആളുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സിനിമയിലുള്ള എംപ്ലോയീസിന്, അത് ഇൻക്ലൂഡിങ് മെയിൽ ആയാലും ഫീമെയിൽ ആയാലും ഉള്ള ഓപ്പർച്യൂണിറ്റീസ് കുറയുക തന്നെയാണ് അൾട്ടിമേറ്റ്ലി ചെയ്യുക. അപ്പം അത് ഇൻ ദ ലോങ് റൺ അവർക്ക് തന്നെ ആയിരിക്കും അത് നഷ്ടമായി ഭവിക്കുക. അത് നിങ്ങൾ ആരാണോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് അവർക്ക് തന്നെ നഷ്ടമായിട്ട് ഭവിക്കുകയാണ് ചെയ്യുക. നമ്മൾ നേരത്തെ ജെൻഡർ പേ ഗ്യാപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പം ഒരാൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വിചാരിച്ചാൽ അതിന് ഈസി ആക്കി കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ജെൻഡർ പേ ഗ്യാപ്പിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇത് നമ്മൾ ആരാണോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് അവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഒരു ഇത്തരം നിയമങ്ങളൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോങ്ങർ ടൈമിൽ അതിന്റെ എഫക്ട് ഉണ്ടാവുക. കാരണം ഇത് പൈസ ജെന്യൂൻ ആയിട്ട് സ്വന്തം ഇഷ്ടത്തോടെ സ്വന്തം താല്പര്യത്തോടെ മുടക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്കൊക്കെ ഈ പ്രോസസ്സ് ഡിഫിക്കൽട്ട് ആക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എത്രത്തോളം അത് ഡിഫിക്കൽട്ട് ആക്കുന്നു അപ്പൊ അത്രത്തോളം ആളുകൾ ഇത് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം കുറയാണ്. അങ്ങനെ എണ്ണം കുറയാന്ന് പറയുമ്പോൾ അവിടെ അതിനുള്ള കോമ്പറ്റീഷൻ കുറയും. അത് കുറച്ച് ആളുകൾക്ക് അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഇത് നിലനിർത്താനും അവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുകയും ചെയ്യും. പുതിയതായിട്ട് വരുന്ന അല്ലെങ്കിൽ ചെറിയ ആളുകൾക്ക് ഇത് കൂടുതൽ ഡിഫിക്കൽട്ട് ആവുകയും ചെയ്യും. അപ്പം വലിയ ആളുകൾക്ക് ലാഭം ഉണ്ടാവുകയും ചെറിയ ആളുകൾക്ക് നഷ്ടം ഉണ്ടാവുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുക ഒരു ലോങ് റണ്ണിൽ. അപ്പം അവിടെ വീണ്ടും അവിടെ ഒരു ഇനീക്വാലിറ്റി അവിടെ കൂട്ടുകയാണ് ചെയ്യുക. നമ്മൾ ഇക്വാലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി വരുന്നു, അതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണെങ്കിൽ ലോങ് ടൈമിൽ ഇൻഇക്വാലിറ്റി ആണ് ഉണ്ടാവുക. അങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതെ, അതുപോലെ തന്നെ ഈ മറ്റൊരു നിർദ്ദേശമായിരുന്നല്ലോ അതിനകത്ത്, ഈ സ്ത്രീകളുടെ ഈ ഫിലിം കോഴ്സുകളൊക്കെ പഠിക്കുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് അതിന് സ്കോളർഷിപ്പ് കൊടുത്തിട്ട് കൂടുതൽ ആൾക്കാരെ അതിന് പഠിപ്പിക്കണം എന്നുള്ളതൊക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് ഫിലിം പഠിക്കാൻ കൂടുതൽ ആൾക്കാർ വരാത്തത് എന്നുള്ള ക്വസ്റ്റ്യൻ അവർ അത് അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം എനിക്ക് തോന്നുന്നത് അഡ്രസ് ചെയ്യാൻ പറ്റില്ല. അത് ആൾക്കാരുടെ താല്പര്യം റിലേറ്റഡ് ആണ് കൂടുതലും. എന്തുകൊണ്ട് അതിനകത്ത് വരുന്നില്ല? കാരണം ഇത് ഓൾറെഡി ഈ ഒരു മേഖലയിൽ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് കണ്ടിട്ടായിരിക്കണമല്ലോ സ്ത്രീകൾ അതിൽ നിന്ന് മാറുന്നതും അവർക്ക് മറ്റു കോഴ്സുകളിലേക്ക് പോകുന്നതും. അപ്പം ആ കോഴ്സുകളൊക്കെ പഠിക്കുന്നതിന് പ്രത്യേകിച്ച് റിസർവേഷനും അല്ലെങ്കിൽ സ്കോളർഷിപ്പും ഒക്കെ ഏർപ്പാടാക്കി കൂടുതൽ ആൾക്കാരെ അത് പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ മാറുമെന്നാണ് നിർദ്ദേശത്തിന്റെ അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു മനസ്സങ്ങനെയാണ്. ഇപ്പൊ കൂടുതൽ ആൾക്കാര് എഡിറ്റിങ്ങിലേക്കും ടെക്നീഷ്യൻസ് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മാറുന്നു. പക്ഷെ അങ്ങനെ മാറണമെന്നില്ല. അങ്ങനെ മാറാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ ചെലവ് വേറെ, അത് സർക്കാർ വഹിക്കണം എന്നുള്ള കാര്യം ഒന്ന്. അല്ലെ അതുപോലെ തന്നെ താല്പര്യമുള്ളവരെ മാറ്റി നിർത്തിയിട്ടേ ഇതിനകത്ത് റിസർവേഷൻ കൊടുക്കുമ്പോൾ ആ സീറ്റിലേക്ക് സ്ത്രീകളെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ കൊടുത്ത് ഇവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പോലും ഈ പ്രേക്ഷക സമൂഹം മാറാതെ
ഇപ്പൊ ഇവരൊക്കെ കൊണ്ടുവന്നെടുത്ത സിനിമ ആൾക്കാർ കാണണമല്ലോ. ഈ സിനിമയുടെ വിജയം പരാജയം തീരുമാനിക്കുന്നത് ആ വന്ന് കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളതനുസരിച്ച് മാത്രമാണ്. ആ പോയിന്റ് അഡ്രസ് ചെയ്യാതെ മാർക്കറ്റിനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഇവിടെ മുഴുവൻ ഇതിനകത്ത് നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ജെൻഡർ പേ ഗ്യാപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇപ്പം ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ആക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ആക്ട്രസിന്റെ പ്രതിഫലത്തിനെ പറ്റിയായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ഹേമ കമ്മിറ്റിയിൽ പറയുന്ന വേറൊരു കാര്യമാണ് ഈ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ അതോടനുബന്ധിച്ചുള്ള ആളുകളുടെ സാലറി. ഈ ഇവിടെയും ജെൻഡർ പേ ഗ്യാപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ആളുകളുടെ റെമ്യൂണറേഷൻ അനുസരിച്ചാണ് അല്ലെങ്കിൽ എത്രത്തോളം ഓഡിയൻസിനെ പുള്ളി ചെയ്യാനുള്ള കഴിവ് അനുസരിച്ചാണ് അവിടെ ആക്ടേഴ്സിന്റെ കാര്യത്തിൽ നിർണ്ണയിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ജെൻഡർ പേ ഗ്യാപ്പ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും ബേസിക്കലി എത്രത്തോളം കഴിവുണ്ട് ഒരാൾക്ക് കഴിവുണ്ട് എന്നുള്ള ജഡ്ജ് ചെയ്യുന്നത് ആ പ്രൊഡ്യൂസർ തന്നെയാണ്. ആ കഴിവ് എന്നുള്ളത് ആക്ച്വലി നമ്മൾ നേരത്തെ സിനിമയുടെ മേഖലയിൽ പറഞ്ഞ പോലെ തന്നെ എത്ര ഒബ്ജക്റ്റീവ് ആക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും അവിടെ പല രീതിയിലുള്ള സബ്ജക്റ്റീവ് എലമെന്റ്സ് കയറി വരുന്നുണ്ട്. അപ്പം അവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പല ഫാക്ടറി ഇപ്പൊ ഈ സിനിമാ മേഖലയിൽ മാത്രമല്ല ബാക്കിയുള്ള പല തൊഴിലിടത്തും എങ്ങനെയാണോ ജെൻഡർ പേ ഗ്യാപ്പ് വരുന്നത് അതേ റീസൺ കൊണ്ട് തന്നെയാണ് സിനിമാ മേഖലയിലും വരുന്നത്. നമ്മൾ സിനിമാ മേഖലയിലുള്ള ബാക്കിയുള്ള മേഖലയിൽ ജെൻഡർ പേ ഗ്യാപ്പ് വരുന്നതിന്റെ റീസൺസ് പലതും പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് അതിന് വരുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പുരുഷനായിരിക്കും പലപ്പോഴും കൂടുതൽ റിസ്കി ആയിട്ടുള്ള ജോബിൽ ഏർപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ഈ നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ് ഏറ്റവും കൂടുതൽ എവിടെയാണ് വരുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ പല സ്റ്റഡീസും കാണിക്കുന്നത് കൂടുതലായിട്ടും സ്ത്രീകളെക്കാട്ടും കൂടുതൽ ഒരു ഫുൾ ടൈം ജോബിൽ സ്ത്രീകളെക്കാട്ടും കൂടുതലായിട്ട് പുരുഷന്മാർ തന്നെയാണ് കൂടുതൽ വർക്കിംഗ് അവേഴ്സ് ഉണ്ടാകുന്നതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിയർ ബ്രേക്ക് വരാനുള്ള സാധ്യത. അപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു സാധാരണ ഒരു കരിയറിൽ ഒരു 10-30 വർഷം വരുന്ന കരിയറിൽ ഇടയ്ക്ക് നമുക്ക് ഒന്നുകിൽ കുട്ടികളെ നോക്കാൻ അല്ലെങ്കിൽ പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പല രീതിയിലും കരിയർ ബ്രേക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒരു കരിയർ ബ്രേക്ക് ഉണ്ടാകുന്ന ഒരാളും കരിയർ ബ്രേക്ക് ഇല്ലാത്ത ഒരാളും വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവരുടെ വേജിലും ഒരു വലിയ വ്യത്യാസം കാണാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത് ഇപ്പം ഈ കരിയർ ബ്രേക്ക് എടുക്കാത്ത സ്ത്രീകളെ മാത്രം എടുത്ത് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ജെൻഡർ പേ ഗ്യാപ്പ് വളരെയധികം മിനിമൈസ് ആയിട്ട് നോക്കുന്നതും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് അങ്ങനെയൊക്കെ ഇങ്ങനത്തെ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരേ വർക്ക് എന്നുള്ളത് നമുക്ക് പറയാൻ ഒരിക്കലും സാധിക്കില്ല. എന്നാലും ഒരേപോലത്തെ നമുക്ക് പറ്റാവുന്ന ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 98-97% വുമൺ ഒരു പുരുഷൻ എത്രത്തോളം ഏൺ ചെയ്യുന്നു അതിന്റെ ഒരു 98-97% അടുത്തുള്ള ഒരു ഫിഗറിൽ സ്ത്രീകളുടെയും പേ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പല സ്റ്റഡീസിൽ. അപ്പം അതാണ് നമ്മൾ പലപ്പോഴും മറന്നു വന്ന വിഷയം. നമ്മൾ ഇപ്പം പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാട്ടും വേതനം കൂടുതലാണെന്ന് പറയുമ്പോൾ ഒരിക്കലും ആ ഒരേ ജോലിയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരേപോലത്തെ ജോലിയാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ വാല്യൂ എന്ന് പറയുന്നത് ഒരേപോലെയാണോ അല്ലയോ എന്നുള്ളത് നോക്കുന്നത് സബ്ജക്റ്റീവ് ആണെന്നുള്ളത് ഫാക്ടർ നമ്മൾ ഒരിക്കലും അനലൈസ് ചെയ്യുന്നില്ല. ഈ ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിൽ തന്നെ അഥവാ ഡിസ്ക്രിമിനേഷൻ കൊണ്ടാണ് ഇവരെ മാറ്റി നിർത്തുന്നതെങ്കിൽ പോലും ആ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ഇറാഷണൽ ആയിട്ടുള്ള ഏതൊരു കാര്യം കൊണ്ട് നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് അത് ഇപ്പൊ ജെൻഡർ സംബന്ധിച്ചിടത്തോളം മുൻവിധികളോടെ ഒരാൾ സമീപിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരാൾക്ക് കഴിവില്ല എന്നുള്ളത് വേറെ മറ്റു പല ഇറാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് തീരുമാനിക്കാം അല്ലെ. ചിലപ്പോൾ ഒരാൾ കളർ കണ്ടിട്ട് മോശമാണ് അതുകൊണ്ട് ഈ ജോലിക്ക് ഫിറ്റ് അല്ല എന്നുള്ളത് ചില ആളുകൾക്ക് തോന്നാം. അല്ലെങ്കിൽ ജാതിപരമായിട്ട് അല്ലെങ്കിൽ ലൊക്കേഷൻ നമ്മളെ സ്വന്തം നാട്ടുകാർക്ക് നമുക്ക് കുറച്ച് അടുപ്പം കൂടാം. അപ്പൊ അവരെ നമ്മൾ കൂടുതൽ ഫേവർ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പരിചയമുള്ള നമ്മൾ സുഹൃത്തിനെ അല്ലെങ്കിൽ വേറെ കഴിവുള്ള ഒരാളെക്കാട്ടും നമ്മൾ സുഹൃത്തിനെ നമ്മൾ ചിലപ്പം പ്രിഫർ ചെയ്തെന്ന് വരാം. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള ഇറാഷണൽ ആയിട്ടുള്ള ഡിസിഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ ഡിസിഷൻ എത്രത്തോളം നമ്മൾ അങ്ങനത്തെ ഡിസിഷൻ എടുക്കുന്നു മാർക്കറ്റിൽ നിങ്ങൾക്ക് അത് റെലവെന്റ് അല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അവർ അത്രത്തോളം റിട്ടേൺ ഉണ്ടാക്കാത്ത ഒരു ആളാണ് നിങ്ങൾ ഇത്തരം മുൻവിധികൾ കൊണ്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം നിങ്ങൾ അത് ചെയ്യുന്നോ അത്രത്തോളം കോസ്റ്റ്ലി ആയിട്ട് നിങ്ങൾക്ക് അത് മാർക്കറ്റിൽ മാറുന്നുള്ളതാണ്. ഇപ്പൊ കഴിവ് കുറഞ്ഞ ഒരാളെ നിങ്ങളെ മുൻവിധിയോട് കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാൾക്ക് കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടി വരും. അയാൾ നിങ്ങൾക്ക് തരുന്ന റിട്ടേണിനെക്കാട്ടും കൂടുതൽ ശമ്പളം അയാൾക്ക് നിങ്ങൾ കൊടുത്തുകൊണ്ട് മാത്രമേ നിങ്ങളെ ഈ മുൻവിധി നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നിങ്ങൾ അത് കൊടുത്തുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് നമുക്കറിയാം. സിനിമാ മേഖലയായാലും ഏതൊരു തൊഴിൽ മേഖലയായാലും വളരെയധികം കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കഴിവ് കുറഞ്ഞ ആളുകളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഓവർ എ ലോങ് ടേം നിങ്ങൾ പിന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഒരു പ്രത്യേകിച്ചും നമുക്ക് തടസ്സങ്ങളില്ലാത്ത ഒരു മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ വളരെ റെഗുലേഷൻ കുറഞ്ഞിട്ടുള്ള മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരം കോമ്പറ്റീഷൻ കൂടുകയും നിങ്ങളുടെ ഈ ഒരു ഡിസിഷൻ നിങ്ങൾ ഈ ഒരു ഇറാഷണൽ ആയിട്ടുള്ള ഡിസിഷൻ വളരെയധികം കോസ്റ്റ്ലി ആവാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. പകരം അവിടെ റെഗുലേഷൻസ് കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ റെസ്ട്രിക്ഷൻസ് എത്തിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് വരുന്ന പ്ലേയേഴ്സിന്റെ എണ്ണം കുറയുകയും അവരുടെ ഈ നമ്മൾ എടുക്കുന്ന ഈ ഇറാഷണൽ ആയിട്ട് ഡിസ്റ്റൻസിന്റെ കോസ്റ്റ് നമുക്ക് കുറയുകയാണ് ചെയ്യും. അപ്പൊ റെഗുലേഷൻസ് ആണ് ആക്ച്വലി ഈ ഇറാഷണൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള എടുക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അല്ലെങ്കിൽ റെഗുലേഷൻ ഇല്ലാത്ത അവസ്ഥയിൽ ഉണ്ടാവുന്നതിനെക്കാട്ടും കൂടുതൽ എളുപ്പമാണ് അവർക്ക് അവരുടെ ബയാസുകൾ എക്സസൈസ് ചെയ്യാൻ.
നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരേ ശമ്പളമുള്ള ഒരു മെയിലിനെ ഫീമെയിലിനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ജെൻഡർ പേ ഗ്യാപ്പ് ഒരു നിയമപരമായിട്ട് നമ്മൾ ജെൻഡർ പേ ഗ്യാപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ എളുപ്പമാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലേയേഴ്സിന് അല്ലെങ്കിൽ അവിടെ നിലനിൽക്കുന്ന ആളുകൾക്ക് പുതിയ ആളുകളിൽ നിന്നുള്ള കോമ്പറ്റീഷൻ നമ്മൾ മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൂടുതൽ നമ്മൾ കോമ്പറ്റീഷൻ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ ഒരു കോസ്റ്റ് അവർക്ക് അധികം വഹിക്കേണ്ടി വരാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഈ കൂടുതൽ നിയമങ്ങൾ വെച്ചിട്ട് ഈ ജെൻഡർ ഗ്യാപ്പ് അഡ്രസ് ചെയ്യാൻ നോക്കുന്നതിന് പകരം യഥാർത്ഥത്തിലുള്ള പരിഹാരം ഉണ്ടെങ്കിൽ ഈ ജെൻഡർ പേ ഗ്യാപ്പിനെ കൂടുതലായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന നിയമങ്ങൾ എടുത്തു മാറ്റാണ് ചെയ്യേണ്ടത്. നമ്മൾ കൂടുതൽ നിയമം കൊണ്ടുവരുന്നതിന് പകരം നിയമങ്ങൾ കുറച്ചാൽ തന്നെ, ഇപ്പോൾ സിനിമാ മേഖലയിൽ തന്നെ നമ്മൾ ഈ ടാക്സുകൾ കാര്യങ്ങൾ എല്ലാം പല രീതിയിലുള്ള നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് കൂടുതൽ ആളുകൾ വരാൻ സാധ്യതയുണ്ട്. കൂടുതലായിട്ട് സിനിമാ വ്യവസായത്തിന് കൂടുതൽ ബൂസ്റ്റ് ഉണ്ടാവുകയും കൂടുതൽ കോമ്പറ്റീഷൻ അവിടെ നടക്കുകയും കൂടുതൽ സിനിമകൾ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ സിനിമകൾ ഉണ്ടാവുകയും കോമ്പറ്റീഷൻ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൂടുതൽ അവിടെ ഉള്ള ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്ക് മികച്ച സൗകര്യങ്ങളും എല്ലാം ഉണ്ടാവാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ പേ ഗ്യാപ്പ് അഡ്രസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ റെസ്ട്രിക്ഷൻസ് സിനിമാ മേഖലയിൽ കൊണ്ടുവരുന്നതിന് പകരം ഉള്ള റെസ്ട്രിക്ഷൻസ് എടുത്തു കളയുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒരു ലോങ്ങർ ടൈമിൽ സിനിമാ മേഖലനെ ബൂസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും മികച്ച സൊല്യൂഷൻ ഉണ്ട്. അതുപോലെ ഈ പേ ഗ്യാപ്പിനെ പറ്റിയിട്ടും മിനിമം വേജിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തൊട്ടു മുമ്പുള്ള വീഡിയോകളിൽ കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയും വരുന്നതിനകത്ത് നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ജെൻഡർ പേ ഗ്യാപ്പിനെ പറ്റിയിട്ടും മിനിമം വേജിനെ പറ്റിയിട്ടും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് കൂടി വേണമെങ്കിൽ നമുക്ക് പിൻ ചെയ്ത് തരാൻ തോന്നുന്നു. ഓക്കെ, ശരി, നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതോടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോ താങ്ക് യു, ബൈ.